ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് ആനയുടെ സിഗ്നൽ വനംവകുപ്പിന് ലഭിച്ചു. ആനയെ കണ്ടാൽ മയക്കുവെടി വെക്കേണ്ട സാധ്യത ദൗത്യസംഘം പരിശോധിക്കും. റോഡിൽ നിന്നും 4 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ ആനപ്പാറയിലാണ് കാട്ടാനുള്ളത്. തിരുനെല്ലി പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജനങ്ങൾ വീടുകളിൽ തുടരണമെന്ന നിർദ്ദേശം. അനുകൂലമായ സാഹചര്യമെങ്കിൽ ഉടൻ മയക്കുവെടി വെക്കും. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം 3 മണിക്ക് നടക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനും ശ്രീജിത്തും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, വനമേഖലയിൽ നിന്ന് ഇപ്പോൾ 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് റോഡിൽ നിന്നും 4 കിലോമീറ്റർ അകലെ മാത്രം വനത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നീട് കുമ്പിയാരകളുടെ സഹായത്തോടെ വാഹനത്തിലേക്ക് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. ഇതാണ് ഇപ്പോൾ വനംവകുപ്പ് ലക്ഷ്യമിടുന്ന അവരുടെ ഒരു നടപ്പിലാക്കാൻ അവരുടെ ഒരു ബേസിക് പ്ലാൻ എന്നുള്ളത്. ഈ പ്ലാൻ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ട് തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജിത്തിലേക്ക് എത്താം. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ ആനയുടെ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വനംവകുപ്പിനാണ് ഇത് സംബന്ധിച്ച സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞത്. ആനയെ കണ്ടാൽ മയക്കുവെടി വെക്കുന്ന സാധ്യത ദൗത്യസംഘം പരിശോധിക്കും. റോഡിൽ നിന്നും 4 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ ആനപ്പാറയിലാണ് കാട്ടാനയുള്ളത്. അതായത് ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ കാട്ടാനയുണ്ട്. ഉൾവനത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഉൾവനത്തിലേക്ക് കാട്ടാന കാട് കയറി പോവുകയാണെങ്കിൽ മയക്കുവെടി വെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. തിരുനെല്ലി പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനങ്ങൾ വീടുകളിൽ തുടരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനുകൂലമായ സാഹചര്യമെങ്കിൽ ഉടൻ മയക്കുവെടി വെക്കും. ഇപ്പോൾ ശ്രീജിത്തും ശരിയാണ്. ശ്രീജിത്ത്, 3 മണിക്കാണ് അജീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെയാണ്, വൻ ജനാവലി തന്നെയാണ് അജീഷിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ഒരു ഒഴുക്ക് തുടരുകയാണോ? മറ്റ് വിവരങ്ങൾ കൂടി. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തുടങ്ങിയ ആ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ മേഖലയിൽ സജീവമായി ജനങ്ങൾക്കിടയിൽ നിന്ന ഒരു വ്യക്തിയാണ് അജീഷ് ഈ സമീപത്തെ എടവക പഞ്ചായത്തിലെ ഈ സ്ഥലത്തെ പള്ളിയുമായെല്ലാം ബന്ധപ്പെട്ട് പള്ളിയുടെ കമ്മിറ്റിയിലും അതിന്റെ ട്രസ്റ്റിയായും എല്ലാം ഉൾപ്പെടെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം കർഷകനാണ്. അത്തരത്തിൽ വലിയ ബന്ധങ്ങളുണ്ട്. അതിനാൽ തന്നെയാണ് ഈ വന്യമൃഗത്തിന്റെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിനെ കാണുവാനായി ഇന്നലെ മുതൽ തന്നെ വലിയ ഒഴുക്കായിരുന്നു. തുടർച്ച ഇന്ന് രാവിലെയും ഇത്തരത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ആ പൊതുദർശനമാണ് നിലവിൽ മണിക്കൂറുകളായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 1 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ 3 മണിയോടെ ഇത്തരത്തിൽ അജീഷിന്റെ മൃതദേഹം ഈ സമീപത്തുള്ള ഈ അൽഫോൺസ പള്ളിയിൽ എത്തിക്കുകയും തുടർന്നായിരിക്കും ഇത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും പിന്നെ ഇതുമായി മതപരമായ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയും പള്ളിയിൽ അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ ആരംഭിക്കുക, ശവസംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും ഈ കുട്ടികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള മാനന്തവാടിയിലെ വലിയ വിഭാഗം ജനങ്ങളാണ് ഈ മേഖലയിലേക്ക് ഈ അജീഷിനെ കാണാനായി എത്തുന്നത്. അജീഷ് കർഷകൻ കൂടിയാണ്. അത്തരത്തിൽ തന്നെ ഈ മാനന്തവാടിയിലെ പല മേഖലയിലും അജീഷിന് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലൂടെയാണ് നിലവിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. കെ പി ശ്രീജിത്ത്, ഒപ്പം ഈ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ ഒരു ആക്ഷേപം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ രാവിലെ മുതൽ പൊതുദർശനം ഏകദേശം 2 മണി പിന്നിട്ട് കഴിഞ്ഞു. വനംവകുപ്പിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ എത്തിയിരുന്നോ അവിടെ? ഇത്രയും സമയമായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്ത കാര്യം എത്തിയിട്ടില്ല. വനംവകുപ്പിന്റെ അധികൃതർ നിലവിൽ ഈ ദൗത്യത്തിലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആരും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ജനപ്രതിനിധികൾ, MLA ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ആരും ഈ സമയം വരെ ഇവിടെ എത്തിയിട്ടില്ല. ഇനി ചിലപ്പോൾ 3 മണിയോടെ പള്ളിയിലേക്ക് എത്തിക്കുമ്പോൾ അത്തരത്തിൽ ആരെങ്കിലും കടന്നു വരാൻ സാധ്യത ഉള്ളതായും നിലവിൽ അറിയുന്നില്ല. എന്തായാലും അത്തരത്തിൽ ആരെങ്കിലും കടന്നു വരുമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അവർ രാവിലെ മുതൽ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ
മറ്റ് ജനപ്രതിനിധികളോ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നോ തങ്ങളുടെ മകനെ കാണുവാനായി എത്തിയിട്ടില്ലെന്ന ഒരു പരിഭവം അച്ഛൻ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ രേഖപ്പെടുത്തി. അത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിലും ആരും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. KP. യെസ്, ഒപ്പം ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആരും തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ പ്രതിഷേധമാണുള്ളത്. ഒപ്പം ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത, അത് ഒരുപക്ഷെ ആന കാട് കയറി പോവുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ദൗത്യ സംഘവും എത്തിയിരിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തും. ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP. ഇന്നലെ തന്നെ നാം സൂചിപ്പിച്ചിരുന്നു, 2 മണിയോടെ തന്നെ ഈ ആന നിലയുറപ്പിച്ചിരുന്ന ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. അതിനാൽ തന്നെ ആ പ്രദേശം ഇത്തരത്തിൽ ആനയെ പിടികൂടാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളതായിരുന്നു. അതിനാൽ ഇന്നലെ ആ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു. സമാനമായ ഒരു രീതിയാണ് നിലവിലും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ആന ഇവരുടെ നിരീക്ഷണത്തിലുണ്ടെങ്കിലും അവർ വ്യക്തമാക്കുന്നത് ഇതിന്റെ റേഡിയോ സിഗ്നൽ ലഭിക്കുന്നത് 3 മണിക്കൂർ ഇടവിട്ടെന്നാണ്. ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചാൽ അടുത്ത സിഗ്നൽ ലഭിക്കുന്നെങ്കിൽ 3 മണിക്കൂർ കാത്തിരിക്കണം. അല്പസമയം മുമ്പായിരുന്നു നിലവിൽ ഇത്തരത്തിൽ ബാവലിയിൽ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ മേഖലയിലേക്കാണ് കൂടുതൽ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. 2 CCFന്റെയും 5 DFOമാരുടെ നേതൃത്വത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള വലിയ പരിശോധനയും ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത്. ഈ ആനയെ ട്രാക്ക് ചെയ്താൽ മാത്രമേ ആ മയക്കുവെടി വെക്കാൻ കഴിയൂ. അതിനു മുൻപ് തന്നെ അവിടെ കുങ്കിയാനകൾ എത്തിക്കണം, അത്തരത്തിലുള്ള ലോറികൾ എത്തിക്കണം. ആ ലോറിയിലായിരിക്കണം ഈ ആനയെ പിടികൂടി ഈ മുത്തങ്ങയിലേക്ക് എത്തിക്കുക. അതിനുള്ള വലിയ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറിലധികം സമയമാണ് നിലവിൽ ആവശ്യം. ഇപ്പോൾ സമയം 2 മണിയോട് കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചിലപ്പോൾ 3-4 മണിക്കും ഇടയിലാണ് ഇത്തരത്തിൽ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മയക്കുവെടി വയ്ക്കാനുള്ള സാഹചര്യം. നിലവിൽ ചൂടുള്ള സമയമാണ്. ചൂടുള്ള സമയത്ത് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വച്ചാൽ വലിയ പ്രശ്നങ്ങളാണ് ആനയ്ക്കുണ്ടാക്കുന്നത്. ഈ പ്രകൃതിയുടെ കാലാവസ്ഥ തന്നെ ചൂടായിരിക്കുന്നതോടൊപ്പം ഈ മയക്കുവെടി വെക്കുമ്പോഴും ഈ ആനയുടെ ശരീരം ചൂടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മരണത്തിലേക്കായിരിക്കും എത്തിക്കുക. അത്തരത്തിലുള്ള ഈ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളുണ്ട് ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ച സമയമാണെങ്കിൽ ഈ സമയത്ത് എന്തായാലും മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. അത്തരത്തിൽ അല്പസമയം കഴിയുമ്പോൾ ഈ ചൂടെല്ലാം കുറയുന്ന സാഹചര്യത്തിലായിരിക്കും ആനയെ ട്രാക്ക് ചെയ്ത് എന്തായാലും പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ ചെയ്യുക. മറിച്ച് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, ഇത് ബാവലി പ്രദേശമാണ്. കേരള കർണാടക അതിർത്തിയിലെ അവസാനത്തെ ഗ്രാമപ്രദേശമാണ്. അതിനാൽ തന്നെ ആന അല്പസമയം കൂടെ കിലോമീറ്ററും കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കർണാടകയിലേക്കാണ് എത്താനുള്ള സാധ്യത. അങ്ങനെ കർണാടകയിലേക്ക് സഞ്ചരിച്ച് കാട് കയറുകയാണെങ്കിൽ വനംവകുപ്പ് അധികൃതർക്ക് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ വീണ്ടും കാത്തിരിക്കാം. ജനങ്ങൾ അത്തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ 11 മണിയോടെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായത്. ആ സമയം അവർ ചൂണ്ടിക്കാണിച്ചത് ഈ ആന നാം 2 മണി മുതൽ തന്നെ പറഞ്ഞിരുന്നു ഒരു കുന്നിന്റെ മുകളിലാണ്, നാം കാണുന്ന രീതിയിൽ ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. ആ 2 മണിക്ക് ശേഷം ഈ ആനയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന സാഹചര്യം വനവകുപ്പ് അധികൃതർ ഉണ്ടാക്കി. ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തിയതായി അത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു. അതിനുശേഷം ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നാം പുലർച്ചെ വാർത്തകളിലൂടെ വിവരങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞത്. ഈ ആന കുന്നിലൂടെ സഞ്ചരിച്ച് സമീപത്തുള്ള കാട്ടിക്കുളത്തേക്ക് എത്തുന്നു. കാട്ടിക്കുളത്തിൽ നിന്നും സഞ്ചരിച്ച് ബാവലിയിലേക്ക് എത്തുന്നു. ഈ പ്രദേശങ്ങളെല്ലാം വളരെ വലിയ കിലോമീറ്ററുകൾ അധികം വ്യത്യാസമുള്ള സ്ഥലമായിരുന്നു. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ സഞ്ചരിച്ച് എങ്ങനെ ആന ഈ സ്ഥലത്തേക്ക് എത്തിയെന്ന ചോദ്യം വലിയ വനംവകുപ്പിനെതിരെ ഉയരുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിൽ ബാവലിയിൽ നിന്നും ഈ കർണാടകയിലെ അതിർത്തിയിലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും വനംവകുപ്പിന് പിടികൂടാനുള്ള സാഹചര്യമില്ല. വനംവകുപ്പ് അധികൃതർ പറയുന്നത് അങ്ങനെ ഈ കാട് കയറ്റില്ല, അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്ത് ആനയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ വനംവകുപ്പ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ കാട്ടിലേക്ക് ഈ ആന കയറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ചോദ്യം, അതിനുള്ള ഉത്തരം അവർ നൽകുന്നില്ല. എന്തായാലും KP.